ഹലോ നമസ്കാരം. നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ആദ്യം തന്നെ സ്റ്റാലിൻ ജോസഫിനെ ആട്ടോ കാണിക്കുന്നത്. സ്റ്റാലിൻ ജോസഫിനെ ബാലചന്ദ്രൻ ഫോൺ വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, താങ്കൾ ബിസിയാണോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം സ്റ്റാലിൻ പറയുന്നുണ്ട്, ഇല്ല പറഞ്ഞോളൂ എന്ന് പറയാണ്. എന്നിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, താങ്കൾ നാളെ വീട്ടിൽ തന്നെ ഉണ്ടാവുമോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം സ്റ്റാലിൻ പറയുന്നുണ്ട്, ആ ഉണ്ടാവും, എന്ത് പറ്റിയെന്ന് പറയാണ്. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അലിന നാളെ അങ്ങോട്ട് വരാനാണ് ഉദ്ദേശിക്കുന്നത്, നാളെ ഞാൻ അവിടെ കൊണ്ടുവിടാമെന്ന് പറയാണ്. അന്നേരം സ്റ്റാലിൻ പറയുന്നുണ്ട്, ആ വന്നോളൂ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും എന്ന് പറയാണ്. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അവൾക്ക് എന്തെങ്കിലും അവിടെ വിഷമമുണ്ടെങ്കിലോ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിലും എന്നെ അറിയിക്കാൻ മടിക്കരുത് എന്ന് പറയാണ്. താങ്കളുടെ കുടുംബത്തെക്കുറിച്ച് എനിക്കൊരു അറിവുമില്ല, പിന്നെ നിങ്ങൾക്ക് ഭാര്യയും മക്കളുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ലിനയെ അവിടെ കൊണ്ടുവിടുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ മുൻകൂട്ടി പറയണമെന്ന് പറയാണ്. അന്നേരം സ്റ്റാലിൻ പറയുന്നുണ്ട്, അതേക്കുറിച്ച് താങ്കളൊന്നും വറീഡ് ആവണ്ട, അത് മാനേജ് ചെയ്യാനുള്ള പക്വത കാര്യങ്ങളൊക്കെ എനിക്കറിയാമെന്ന് പറയാണ്. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എന്നാൽ പിന്നെ നമുക്ക് നാളെ കാണാമെന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുക കേട്ടോ. പിന്നെ കാണിക്കുന്നത് അലീനയും മനുവിനെ കേട്ടോ. അവരങ്ങനെ നെടുമ്പുരിക്കലെത്തി. അവിടെ എത്തിയിട്ട് അലീന ചോദിക്കുന്നുണ്ട്, മനുവിടെ ഇറങ്ങുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം മനു പറയുന്നുണ്ട്, ഇറങ്ങണോ, നമുക്ക് സംസാരിക്കാനുള്ളതല്ലാതെ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞില്ലേ എന്ന് പറയാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, ഇല്ല ഇനിയും ബാക്കിയുണ്ടെന്ന് പറയാണ്. അന്നേരം മനു പറയുന്നുണ്ട്, ഇനി എന്താ സംസാരിക്കാനുള്ളത്, യാത്ര ചോദിക്കാനല്ലേ, അതെനിക്ക് കേൾക്കണ്ടെന്ന് പറയാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, എല്ലാവരോടും യാത്ര ചോദിക്കേണ്ടതെന്ന്. അന്നേരം മനു പറയുന്നുണ്ട്, എല്ലാവരോടും യാത്ര ചോദിച്ചോളൂ, എന്നോട് മാത്രം ചോദിക്കില്ല, അതെനിക്കൊരു വിഷമമാണെന്ന് പറയാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, ഞാൻ എല്ലാവരും ഉപേക്ഷിച്ച് പോകുന്നതല്ലല്ലോ, ഞാൻ വിളിക്കൂലേ എല്ലാവരും എന്ന് പറയാണ്. അന്നേരം മനു പറയുന്നുണ്ട്, ആയിക്കോട്ടെ, ഞാൻ എന്താ ഇറങ്ങണോ, ഇറങ്ങാം, എന്താ നിനക്ക് പറയാനുള്ളതെന്ന് പറയാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, പറയാതെ കേൾക്കേണ്ട കാര്യങ്ങളാ. അന്നേരം മനു പറയുന്നുണ്ട്, ഞാനിപ്പോൾ കയറി വന്നിട്ട് എല്ലാവരോടും ചിരിച്ച് സംസാരിച്ച് അവിടെ നീ തരുന്ന ചായയും കുടിച്ച് അവിടെ ഇരിക്കണം, ഇതല്ലേ കാര്യം എന്ന് പറയാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, പറയാതെ മനസ്സിലാക്കാൻ പറ്റുമല്ലേ എന്ന് പറയാണ്. അങ്ങനെ രണ്ടുപേരും വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരാം കേട്ടോ. ഇറങ്ങി വന്നതിന് ശേഷം മനു അലീനയുടെ കൈ പിടിക്കാൻ പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അലീന ചോദിക്കുന്നുണ്ട്, എന്താന്ന് പറയാണ്. അന്നേരം മനു പറയുന്നുണ്ട്, ഒന്നുമില്ല, കൈ പിടിച്ചിട്ട് നമുക്ക് ഈ വീട്ടിൽ എപ്പോഴെങ്കിലും കയറാൻ പറ്റുമോ എന്ന് നോക്കാം, നമുക്ക് ഇതൊരു റിഹേഴ്സൽ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് കൈ പിടിച്ചിട്ട് കയറുക കേട്ടോ. അങ്ങനെ കയറി വരുമ്പോൾ തന്നെ കാണുന്നത് കൃഷ്ണയാട്ടോ. കൃഷ്ണ എന്നിട്ട് മനോട്ടിനോട് ചോദിക്കുന്നുണ്ട്, ഈ അലീന ചേച്ചിയെ മനോട്ടിനെ എവിടെ നിന്ന് കിട്ടി, ശരണ്യയുടെ വീട്ടിൽ പോയതല്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം മനു പറയുന്നുണ്ട്, അവൾ ശരണ്യയുടെ വീട്ടിൽ നിന്ന് വരുന്നുണ്ടായതാ, അപ്പോൾ ഞാൻ അവിടെ മാങ്ങ പോലെ ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു, അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നതാന്ന് പറയാണ്. എന്നിട്ട് കൃഷ്ണ പറയുന്നത്, അയ്യടാ ചളി പറഞ്ഞിട്ട് വലിയ തമാശയാന്ന വിചാരം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി ചിരിക്കും കേട്ടോ. എന്നിട്ട് അലീന പറയുന്നുണ്ട്, മനുവിട്ട് ഇവിടെ എവിടെയെങ്കിലും ഇരിക്കും, ഞാൻ ചായ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അലീന അടുക്കളയിലേക്ക് പോവാട്ടോ. ആ സമയത്ത് മേലേന്ന് ബാലചന്ദ്രൻ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. പിന്നെ ബബുദി ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഗുഡ് ഈവനിങ് മനുവേട്ടാ എന്ന് പറയാണ്. അന്നേരം മനു ചോദിക്കുന്നുണ്ട്, നീ എന്താ കിടന്നുറങ്ങിയാണോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ബബിത പറയുന്നുണ്ട്, ചെറിയൊരു ക്ഷീണം, അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഉറങ്ങിയെന്ന് പറയാണ്. എന്നിട്ട് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നീ എപ്പോൾ വന്നിടാന്ന് ചോദിക്കുകയാണ്. അന്നേരം മനു പറയുന്നുണ്ട്, അലീന അവിടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ എല്ലാവരോടും യാത്ര ചോദിക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് അച്ഛൻ പറഞ്ഞു, അങ്ങനെ വന്നതാന്ന് പറയാണ്. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അവിടെ എല്ലാവർക്കും സന്തോഷമായി കാണുമല്ലോ അലീന പോകുന്നതുകൊണ്ട് പറയാണ്. എല്ലാവർക്കും അത്ര സന്തോഷമായില്ല ഞങ്ങളെ, എന്നാൽ കുറച്ചാൾക്ക് സന്തോഷമായി എന്ന് പറയാണ്. എന്നിട്ട് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അലീന എവിടെയെന്ന്. അന്നേരം കൃഷ്ണ പറയുന്നുണ്ട്, ചായ എടുക്കാൻ പോയിട്ടുണ്ട് അടുക്കളയിലേക്ക് എന്ന് പറയാണ്. എന്നിട്ട് മനു ചോദിക്കുന്നുണ്ട്, അലീന പോയി കഴിഞ്ഞാൽ എങ്ങനെ ആങ്കിളെ എവിടെയാണെന്ന് ചോദിക്കുകയാണ്. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇത്ര നാളും അലീനയുടെ ഭരണമായിരുന്നില്ലേ, ഇനി ഞാനൊന്ന് ഭരിക്കട്ടെടാന്ന് ചോദിക്കുകയാണ്. അന്നേരം മനു പറയുന്നുണ്ട്, ആൻറ്റി തിരിച്ചു വരുമല്ലോ, അപ്പോൾ അങ്കിളിന് ഭരിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഭരണം മാറിയ കാര്യം നമുക്കൊന്ന് അറിയിച്ചു കൊടുക്കണ്ടേ, ബാലചന്ദ്രൻ എല്ലാവർക്കും വിട്ടുകൊടുത്തിട്ടേ ഉള്ളൂ അവകാശങ്ങൾ, അധികാരങ്ങൾ, ഇതൊക്കെ ഇനി ബാലചന്ദ്രൻ തീരുമാനിക്കുന്നു പറയാണ്. ഇത് കേട്ടിട്ട് ബബിത ചോദിക്കുകയാണ്, അപ്പോൾ അച്ഛൻ അമ്മയോട് യുദ്ധം പ്രഖ്യാപിക്കുന്നതല്ലേ അർത്ഥം എന്ന് പറയാണ്. പിന്നെ എന്തിനാ അലീന ചേച്ചിയെ ഇപ്പോൾ ഇത്ര പെട്ടെന്ന് പറഞ്ഞു വിടുന്നേ, തമ്മിലുള്ള വഴക്ക് തീർക്കാനല്ലേ അലീന ചേച്ചി പോകുന്നേ. അന്നേരം ബാലചന്ദ്രൻ പറയുന്നു, ഇവിടെ നിൽക്കാൻ അർഹതയുള്ളവർ ഇറങ്ങി പോകുന്നു, ഇവിടെ നിൽക്കാൻ അർഹതയില്ലാത്തവർ കയറി വരുന്നു. ഒരു ബബിത പറയുന്നുണ്ട്, ഞാൻ പറയുന്നത് അച്ഛനൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ, അലീന ചേച്ചി ഇപ്പോൾ പോയാലും അമ്മ തിരിച്ചു വന്നിട്ട് കുറച്ചൊന്ന് സമാധാനപ്പെടുമ്പോൾ ചേച്ചി ഇങ്ങോട്ട് തന്നെ തിരിച്ചു കൊണ്ടുവരണേ എന്ന് പറയാണ്. അമ്മയോട് വഴക്കിടാൻ നിന്നാൽ അതിനേ സമയം ഉണ്ടാവും എന്ന് പറയാണ്. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നിനക്കൊന്നും അറിയില്ല മോളെ, നീ എല്ലാം അറിയാൻ കിടക്കുന്നതേ ഉള്ളൂ എന്ന് പറയാണ്. ആ സമയത്ത് അലീന വരിക കേട്ടോ. എല്ലാവരും എന്താ ഇത്ര ഡിസ്കഷൻ എന്ന് പറഞ്ഞിട്ട് ചായയും കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവർക്കും ചായ കൊടുക്കുക കേട്ടോ. എന്നിട്ട് അലീന പറയുന്നുണ്ട്, ഞാൻ ഇത് രോഹിത്തിന് കൊണ്ടു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് രോഹിത്തിന് കൊണ്ടു കൊടുക്കാൻ പോവാ കേട്ടോ. അത് മുന്നേ ആയിട്ട് ബാലചന്ദ്രൻ അലീനയോട് ചോദിക്കുന്നുണ്ട്, നീ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടന്നല്ലോ എന്ന് പറയാണ്.
അന്നേരം അലീന പറയുന്നുണ്ട് ശരണ്യനെ കണ്ടു, പിന്നെ കൊല്ലപ്പള്ളിയും പോയി എന്ന് പറയാണ്. അന്നേരം ബാലചന്ദ്രൻ ചിരിക്കാട്ടോ, ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഇന്ന് കൊല്ലപ്പള്ളിയിൽ വെടിപൊട്ടിക്കലാണെന്നല്ലോ ആയിരിക്കുമല്ലോ മനു എന്ന് പറയാണ്. അന്നേരം മനു പറയുന്നുണ്ട് എല്ലാവർക്കും സന്തോഷമൊന്നുമില്ല അങ്കിളെ, ഒന്ന് വൈജാൻറ്റിക്കും ഒന്ന് എൻ്റെ അമ്മക്കും മാത്രമേ അവിടെ സന്തോഷമുള്ളൂ എന്ന് പറയാണ്. എന്നിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട് വരട്ടെ നമുക്ക് നോക്കാമെന്ന് പറയാണ്. എന്നിട്ട് അലീനയോട് പറയാണ് നിൻ്റെ ജാതകം മാറാൻ പോവാണ് മോളെ എന്ന് പറയാണ്. അന്നേരം അലീന പറയുന്നുണ്ട് എൻ്റെ ജാതകം എങ്ങോട്ട് മാറാനാ, അച്ഛൻ എന്താ പറഞ്ഞു വരുന്നത് പറയാണ്. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട് അവിടെ ഭയങ്കര സെറ്റപ്പ് അല്ലേ, വലിയ വീടൊക്കെ അല്ലേ എന്ന് പറയാണ്. അന്നേരം അലീന പറയുന്നുണ്ട് അത്ഭുത ദ്വീപിലെ ആദ്യ മനുഷ്യരെന്ന് പറയുന്ന പോലെയാണോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട് ആലീസിൻ്റെ അത്ഭുത ലോകം എന്ന് തിരുത്തിയിട്ട് അലീനയുടെ അത്ഭുത ലോകം എന്ന് നമുക്ക് തിരുത്തി എഴുതാമെന്ന് പറയാണ്. എന്നിട്ട് അലീന പറയുന്നുണ്ട് ഈ അച്ഛൻ്റെ വർത്തമാനം കേട്ടാൽ തോന്നും ഞാൻ ഏതോ വിദേശ രാജ്യത്ത് പോവാണെന്ന്, ഒന്ന് പോവാച്ചാന്ന് പറയാണ്. അന്നേരം ബബിത പറയുന്നുണ്ട് എന്തോ ഒരു കള്ളത്തരം മണക്കുന്നുണ്ട്, എല്ലാം കണ്ടുപിടിക്കാമെന്ന് പറയാണ്. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട് കണ്ടുപിടിക്കാതിരിക്കുന്നതാണ് നല്ലത്, രഹസ്യങ്ങൾ എന്നും രഹസ്യമായി ഇരിക്കുന്നതാണ് നല്ലതെന്ന് പറയാണ്. ആ സമയത്ത് മനു പറയുന്നുണ്ട് ഇതൊക്കെ അങ്കിളുടെ വെറും ഒരു ഡ്രാമയാണ്, ഇതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ടെന്ന് പറയാണ്. പിന്നെ കാണിക്കുന്നത് ബബിത കേട്ടോ. ബബിത കുളിച്ച് വരുമ്പോൾ തന്നെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. ഫോൺ ആരാ റിങ് ചെയ്യുന്നത് നോക്കുന്ന സമയത്ത് വൈജയന്തി ആട്ടോ ഫോൺ വിളിക്കുന്നത്. അപ്പോൾ തന്നെ ഫോൺ എടുക്കുന്നുണ്ട്. എന്നിട്ട് വൈജയന്തി ചോദിക്കുന്നുണ്ട് എന്താടി ഫോൺ വിളിച്ചാൽ എടുക്കാൻ പാടില്ലേ, ഇങ്ങോട്ടോ വിളിക്കുന്നില്ല അങ്ങോട്ട് വിളിക്കുമ്പോൾ എടുക്കാൻ പാടില്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ബബിത ദേഷ്യത്തോട് പറയുന്നുണ്ട് എൻ്റെ അമ്മയെ ഞാൻ കുളിക്കാൻ പോയിരിക്കുക, അതുകൊണ്ടാണ് എടുക്കാൻ വൈദ്യതെന്ന് പറയാണ്. എന്നിട്ട് വൈജയന്തി പറയുന്നുണ്ട് നിനക്കൊക്കെ ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞാൽ എന്താ കുഴപ്പം, എല്ലാ നാട്ടുകാർ അറിഞ്ഞിട്ട് വേണോ ഞാൻ അറിയാമെന്ന് പറയാണ്. അന്നേരം ബബിത പറയുന്നുണ്ട് എന്തിനാ ഞാൻ അങ്ങോട്ട് വിളിക്കുന്നത്, വായിൽ നിന്ന് വരുന്നത് എല്ലാം മോശ വർത്തമാനങ്ങളും ഗോസിപ്പുകളൊക്കെ അല്ലേ എന്ന് പറയാണ്. അന്നേരം വൈജയന്തി പറയുന്നുണ്ട് ഞാൻ പറഞ്ഞതിൽ എന്താടി ഇതുവരെ തെറ്റിയിട്ടുള്ളത്, ഞാനും കമലാൻ്റിയും പറഞ്ഞത് എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടോ, എന്നാൽ നിൻ്റെ അച്ഛൻ പറഞ്ഞത് എല്ലാം കള്ളം പൊളിഞ്ഞില്ലേ എന്ന് പറയാണ്. അന്നേരം ബബിത പറയുന്നുണ്ട് അതിനൊക്കെ ഒരു കാരണം ഉണ്ടാവും അമ്മയെന്ന് പറയാണ്. എന്നിട്ട് വൈജയന്തി ചോദിക്കുന്നുണ്ട് അവളെ എങ്ങോട്ടാണ് പോകുന്നത്, അങ്ങ് എറണാകുളത്തേക്കാണോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ബബിത പറയുന്നുണ്ട് അതൊക്കെ അറിഞ്ഞിട്ട് അമ്മയ്ക്ക് എന്ത് ചെയ്യാനാണെന്ന് ചോദിക്കുകയാണ്. അന്നേരം വൈജയന്തി പറയുന്നുണ്ട് ഇതുപോലെ ഏതെങ്കിലും കുടുംബം മുടിപ്പിക്കാനായിരിക്കും അങ്ങോട്ട് പോകുന്നതെന്ന് പറയാണ്. എന്നിട്ട് ബബിത പറയുന്നുണ്ട് ഏതായാലും അമ്മക്ക് സന്തോഷമായില്ലേ എന്ന് പറയാണ്. എന്നിട്ട് വൈജയന്തി പറയുന്നുണ്ട് എനിക്ക് സന്തോഷമായി, പക്ഷേ നിൻ്റെ അച്ഛന് സന്തോഷമായി കാണത്തില്ലല്ലോ എന്ന് പറയാണ്. അന്നേരം ബബിത പറയുന്നുണ്ട് നിൻ്റെ അമ്മയെ ഒന്നും മിണ്ടാതിരിക്കുമോ, ഒന്ന് ആ വായ ഒന്ന് അടച്ചു വെക്കുമോ. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുക കേട്ടോ. എന്നിട്ട് വൈജയന്തി പറയുന്നുണ്ട് നല്ലൊരു മക്കളെ തന്നെ എനിക്ക് കിട്ടിയിരിക്കുന്നതെന്ന് പറയാണ്. അന്നേരം ബബിത പറയുന്നുണ്ട് അതെ നല്ല മക്കളെ തന്നെ കിട്ടിയിട്ടുണ്ട്, അതിനുള്ള പാപം പണ്ടെങ്ങാനും ചെയ്തു വെച്ചിട്ടുണ്ടോ എന്ന് ഒന്ന് ആലോചിച്ച് നോക്കി എന്ന് പറയാണ്. ആ സമയത്ത് വൈജയന്തിയുടെ മുഖം എന്തോ പോലെ ആയി കേട്ടോ. എന്നിട്ട് ദേഷ്യം വന്നിട്ട് ബബിത ഫോൺ കട്ട് ചെയ്യാം കേട്ടോ. ആ സമയത്ത് അലീന ചായയും കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബബിത അലീനയോട് ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട് എന്താ വേണ്ടതെന്ന്. ആ സമയത്ത് അലീനക്ക് മനസ്സിലായി എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന്. ആ ചായ എടുത്തിട്ട് ബബിതയുടെ അടുത്ത് പോയിരിക്കുക കേട്ടോ. എന്നിട്ട് ചോദിക്കുക ആരാ എൻ്റെ കുഞ്ഞിനെ ദേഷ്യം പിടിപ്പിച്ചതെന്ന് പറയാണ്. അന്നേരം ബബിത പറയുന്നുണ്ട് അമ്മ. എന്നിട്ട് അലീന ബബിതയോട് കുറച്ച് ഉപദേശങ്ങൾ പറയാം കേട്ടോ. നമ്മളെ അച്ഛനമ്മയോട് ഇങ്ങനെ ദേഷ്യപ്പെടാൻ പാടില്ല എന്ന് പറയാണ്. അന്നേരം ബബിത പറയുന്നുണ്ട് എന്നോട് ദേഷ്യപ്പെട്ടിട്ടല്ലേ എന്ന് പറയാണ്. അന്നേരം അലീന പറയുന്നുണ്ട് എന്നാലും നമ്മളെ അച്ഛനമ്മയല്ലേ, അങ്ങനെ ദേഷ്യപ്പെടാൻ പാടില്ല എന്ന് പറയാണ്. അന്നേരം ബബിത പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ പറ്റും. എന്നിട്ട് അലീന കുറേ ഉപദേശങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ബബിത പറയുന്നുണ്ട് എൻ്റെ ദേഷ്യം എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, എനിക്കത് അവരോട് ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ അല്ലാതെ കൃഷ്ണൻ പറയും പോലെ ഞാൻ അഹങ്കാരി ആയതുകൊണ്ടാണോ എന്ന് പറയാണ്. അന്നേരം അലീന പറയാണ് ആഹാ ബബിത അഹങ്കാരിയാണ് കൃഷ്ണമോൾ പറഞ്ഞോ, ഞാൻ ചോദിച്ചോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അലീന കൃഷ്ണയെന്ന് വിളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്ത് രോഹിത് ചായക്കപ്പുമായിട്ട് വരുക കേട്ടോ. എന്നിട്ട് രോഹിത് ചോദിക്കുന്നത് ഇതെന്താ റൂം സർവീസ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ബബിത പറയുന്നുണ്ട് കുറേ നാൾ റൂം സർവീസ് അനുഭവിച്ചതല്ലേ, അതുകൊണ്ട് മിണ്ടണ്ടെന്ന് പറയാം. എന്നിട്ട് അലീന രോഹിത്തിനോട് ചോദിക്കുന്നുണ്ട് അവൾ എവിടെ കൃഷ്ണ എന്ന്. അന്നേരം രോഹിത് പറയുന്നുണ്ട് അവളെ ഡാൻസ് ക്ലാസ്സിൽ ആരോടോ ഫോൺ വിളിച്ച് കത്തിയടിക്കുന്നുണ്ട് എന്ന് പറയാണ്. എന്തെങ്കിലും സഹായം വേണമെന്ന് ചോദിക്കുകയാണ്. അന്നേരം അലീന പറയുന്നുണ്ട് കൃഷ്ണമോള് പറഞ്ഞത്ര ബബിതക്ക് അഹങ്കാരമാണെന്ന്. അന്നേരം രോഹിത് പറയുന്നുണ്ട് അത്രേ ഉള്ളൂ, അതിനുത്തരം ഞാൻ പറയാമെന്ന് പറയാണ്. അന്നേരം ബബിതയുടെ അടുത്ത് ചെന്നിട്ട് രോഹിത് പറയുന്നുണ്ട് ഇത് അഹങ്കാരമല്ല, അഹങ്കാരത്തിന് കയ്യും കാലം വെച്ചതാണെന്ന് പറയാണ്. ബബിത എന്നിട്ട് കയ്യിലുണ്ടായ ചായക്കപ്പ് അലീന ചേച്ചിയോട് പറയുന്നുണ്ട് അലീന ചേച്ചി ഇതൊന്ന് പിടിച്ചേന്ന് പറഞ്ഞിട്ട് ഓടി അടിക്കാൻ ഓടുക കേട്ടോ. എന്നിട്ട് ഹാളിലുള്ള സോഫയിലുള്ള പില്ലോ എടുത്തിട്ട് എറിയുക കേട്ടോ രോഹിത്തിനെ. എന്നിട്ട് രോഹിത്ത് തിരിച്ചെറിയുന്ന സമയത്ത് അലീനയ്ക്ക് കൊള്ളുക കേട്ടോ. എന്നിട്ട് അലീന കൈകൊണ്ട് കാണിക്കുന്നുണ്ട് എല്ലാവർക്കും വെച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ രോഹിത്തും ബബിതയും സ്റ്റെയർ കേസ് കയറിയിട്ട് മുകളിലേക്ക് ഓടുക കേട്ടോ.
പിന്നെ രാത്രി ആയപ്പോൾ റൂമിൽ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് കിടക്കാൻ കളിക്കുവാട്ടോ അലീന. ആ സമയത്ത് ഡോറ് തട്ടുവാട്ടോ കൃഷ്ണമോള് വന്നിട്ട്. എന്നിട്ട് അലീന ചോദിക്കുന്നുണ്ട് ഇതെന്താടി ഈ സമയത്ത് എന്ന് പറയണം. അന്നേരം കൃഷ്ണ പറയുന്നുണ്ട് എന്താ അറിയില്ല ചേച്ചി, എനിക്ക് ഉറക്കം വരുന്നില്ല, ചേച്ചി പോന്നോണ്ടാന്ന് തോന്നുന്നു, ചങ്കിലൊരു വേദന പോലെ തോന്നുകയെന്ന് പറയാണ്. അന്നേരം അലീന പറയുന്നുണ്ട് അങ്ങനെയൊന്നും വിഷമിക്കണ്ട, ഞാൻ എപ്പോഴും വീഡിയോ കോൾ വിളിക്കുമല്ലോ, ഞാൻ ഇവിടെ വരുമല്ലോ, അപ്പോൾ ഞാൻ പോയെന്ന് തോന്നത്തേ ഇല്ല എന്ന് പറയാണ്. അങ്ങനെ രണ്ടുപേരും ബെഡിലിരിക്കുക കേട്ടോ. എന്നിട്ട് അലീന പറയുന്നുണ്ട് നമുക്ക് ഇന്ന് ഉറങ്ങണ്ട, രണ്ടുപേർക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയാണ്. എന്നിട്ട് കൃഷ്ണ ചോദിക്കുന്നുണ്ട് ചേച്ചി ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ അവസ്ഥ എന്താവുമെന്ന് ചേച്ചി ആലോചിച്ചിട്ടുണ്ടോ എന്ന് പറയാണ്. അന്നേരം അലീന പറയുന്നുണ്ട് ഞാൻ പോയാൽ നിങ്ങൾ പഴയ പോലെ ജീവിക്കുമെന്ന് പറയാണ്. എന്നിട്ട് കൃഷ്ണ പറയുന്നുണ്ട് അതാ ചേച്ചിയുടെ ആഗ്രഹം മാത്രമല്ലേ, ചേച്ചി ഉണ്ടായതുകൊണ്ട് മാത്രമാണ് അച്ഛനിവിടെ അടങ്ങിയിരിക്കുന്നത്, ചേച്ചി ഇവിടുന്ന് പോയാൽ എല്ലാ അച്ഛനെ ഇവിടുന്ന് പൊട്ടിക്കുമെന്ന് പറയാണ്. ചേച്ചിനെ വിചാരിച്ചത് കൊണ്ട് മാത്രമാണ് അച്ഛൻ ഇതുവരെ ആയിട്ട് ഒന്നും പറയാതിരുന്നതെന്ന് പറയാണ്. ഇതായിരുന്നു കേട്ടോ ഇന്നത്തെ ലാസ്റ്റ് സീൻ എന്ന് പറയുന്നത്.